കാക്കനാക്കിയാലും രാജാതിരാജൻ മാർജാരത്തമ്പുരാനിതാ ടോയ്ലറ്റിലേക്ക് എഴുന്നള്ളുന്നേ. ഞാൻ പോണില്ല. കൊട്ടാരം മുഴുവൻ അറിയിച്ചു. അല്ലെങ്കിൽ തന്നെ രാജൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ കൊട്ടാരത്തിലുള്ളവരെല്ലാരും എല്ലാം അറിയും. ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കഴിക്കില്ലല്ലോ, വായു ഭക്ഷണം അല്ലേ കഴിക്കണത്. അപ്പൊ അകത്തേക്ക് പോണ പോയി പുറത്തേക്ക് കളയണ്ടേ. ആദ്യം ഞാൻ അകത്തേക്ക് ഒന്ന് പോട്ടെ. അറിയിക്ക്. ഈ പോക്ക് പോയ അധികം ഉണ്ടാവൂല. കാറ്റ് മാത്രം ഉണ്ടാവുള്ളൂ പുള്ളി പറഞ്ഞല്ലോ. അതല്ല, ആ പുള്ളി അധികകാലം ഉണ്ടാവൂലെന്ന്. ഒരു നെഞ്ചുവേദന, ഒരു എക്കള് അവിടെ വെച്ച് തീരും. ഓ കഴിഞ്ഞ ബാക്കിയൊക്കെ ഓക്കെ. ബക്കറ്റും വെള്ളവും കിട്ടിയില്ല. കഷ്ടം തന്നെ. റാണി ഇങ്ങനെ പോയാൽ പറ്റില്ല. രാജാവിന്റെ ശരീരം അനങ്ങി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് രാജാവിനെ നഷ്ടപ്പെടും. അപ്പൊ അതിനൊരു ഐഡിയ കണ്ടുപിടിക്കണം. എന്തെങ്കിലും വളരെ മനസ്സിൽ എന്തെങ്കിലും ആശയം തോന്നുന്നു. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. നമുക്കിവിടെ യുദ്ധം വന്നതും കൂടി പറഞ്ഞാലാ? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഗുണമുണ്ട്. അതായത് യുദ്ധം വന്നെന്ന് പറയുമ്പോ രാജാവ് യുദ്ധത്തിന് ഇറങ്ങണമല്ലോ. അപ്പൊ ദേഹം അനങ്ങും, യുദ്ധം ചെയ്യണമല്ലോ. അപ്പൊ ശരീരം നോവോന്ന് അറിയുമ്പോ ദേഹം അനങ്ങിക്കോളും. യുദ്ധം വന്ന പോലെ അഭിനയിക്കണം. പുള്ളി വരുമ്പോ യുദ്ധം വന്നു ഞാൻ പറയട്ടെ എന്നാ യുദ്ധം വന്നെന്ന്. മഹാരാജൻ നീ വേറെ കുസി പോടാ. യുദ്ധം വന്നെങ്കിൽ കേറിയിരിക്കാൻ പറ. സിദ്ധം വന്നല്ല, യുദ്ധം വന്നു. യുദ്ധം എന്നൊരു 60 മിനിറ്റ് ഞാൻ ഈ ഫാൻ്റെ നിട്ടോട്ടെ. പറഞ്ഞപ്പോ തന്നെ കുതിരപ്പുറത്ത് കയറിയ രണ്ടുപേരും എപ്പ കണ്ടാലും യുദ്ധം. ഇന്നും തുടങ്ങിയ നിങ്ങളുടെ യുദ്ധം. അതല്ല മഹാരാജാ, ശത്രുരാജ്യം ആക്രമിക്കാൻ വരുന്നു. അതിന് ഞാനെന്ത് ചെയ്യാൻ? അവര് വിറ്റിട്ട് പോട്ടെ. അയ്യോ, ആക്രമിക്കാൻ പറ്റുന്നല്ല പറഞ്ഞത്, ആക്രമിക്കാൻ പറ്റുന്നത്. ആരവിടെ? അയ്യോ, ഞാനിവിടെ ഉണ്ട്. പശുവിനേക്ക് ഇറക്കി. അല്ല, കുതിരകളെ ഇറക്കി. 4 കാല ഉൾപ്പെടാ, 6 ആന ഉൾപ്പെടാ. കൊടുത്തു പിടിക്ക്. വൈദ്യരെ എടുത്തോ. ഞാനോ ചുമ്മാ എടുത്ത് പിടിച്ചോ. എല്ലാവരും കൂടി പോയി യുദ്ധം ചെയ്യും. യുദ്ധം. അതെ, മഹാരാജാവ് വരുന്നില്ല യുദ്ധത്തിന്. ഞാൻ പറഞ്ഞില്ല. അവര് ശത്രു സൈന്യത്തെ മതിലും ചാടി വന്നിട്ട് അങ്ങോട്ട് ചെല്ലാം. അവര് വന്നോട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. ഇവിടെ ഇരുന്നാ ശരിയാവൂല. ഞാനിവിടെ ഇരുന്ന എന്താ കുഴപ്പം? അവര് വന്നു കഴിഞ്ഞാൽ തല കൊയ്യൂലേ. എന്റെ പൊന്നടാവേ, ഞാനിപ്പോ അവിടെ ചെന്നാലും അവരെന്റെ തല വെട്ടും. ആ നേരം കൊണ്ട് ഞാനിവിടെ ഇരുന്നോളാം. അവരിവിടെ വന്ന് എന്റെ തല വെട്ടട്ടെ. അങ്ങനെയെങ്കിലും അവർ പണിയെടുത്ത് തിന്നട്ടെ. ആ പരിപാടിയും ചെയ്തു.